വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. ബീഹാറിലെ സാസറാമിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 60 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും. രാജ്യത്ത് ഒരിടത്തും വോട്ട് കൊള്ള അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സാസറാമിൽ നിന്നാണ് വോട്ടധികാർ യാത്രയുടെ തുടക്കം. 16 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര 24 ജില്ലകളിലൂടെയും 60 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകും. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി. और अब हम ये चोरी नहीं करने देंगे और जहां भी ये चोरी हो रही है, चाहे बिहार में, चाहे महाराष्ट्र में, चाहे असम में, चाहे बंगाल में, हम इनकी चोरी पकड़कर जनता को दिखाने का काम करने जा रहे हैं. പാവങ്ങളുടെ വോട്ട് വെട്ടിയാണ് BJP അധികാരത്തിലെത്തിയതെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. जो आज BJP के लोग 65 लाख वोट कट गए. किनके कट गए? गरीब, मजदूर, माइग्रेंट वर्कर, इनके लोग, अल्पसंख्यक, इनके वोट कट गए. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ BJP എല്ലാവരുടെയും വോട്ട് കവർന്നുവെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ബീഹാറിൽ ആരംഭിക്കുന്ന വോട്ടധികാർ യാത്ര രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. അംബേദ്കറുടെ ചിത്രങ്ങളും പൂക്കളുമായി രാഹുൽ ഗാന്ധിയെ ബീഹാറിലെ ജനങ്ങൾ വരവേൽക്കുകയാണ്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ 60ഓളം മണ്ഡലങ്ങൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. രാഹുൽ നയിക്കുന്ന യാത്ര ബീഹാറിലെ സഖ്യത്തിന് ശക്തി പകരുമെന്നാണ് വിശ്വാസം. ബീഹാറിലെ സസ്വാമിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24.